തലസ്ഥാനത്താണ് രാവിലെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് തമ്പാനൂരിൽ ഹർത്താൽ അനുകൂലികൾ വ്യാപകമായി KSRTC ബസ്സും മറ്റും തടയുന്നുണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് തമ്പാനൂരിലെ സാഹചര്യം എന്ന് നോക്കാം. പ്രശാന്ത് അവിടെ ചേരുന്നുണ്ട്. പ്രശാന്ത്, പുറകിൽ ഇപ്പോഴും വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഗൗതം, അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വാഹനങ്ങൾ ഗതാഗത യാത്ര നടത്തുവാൻ അനുമതി നൽകുന്നില്ല. സമരം ശക്തമായി തന്നെ ഈ പ്രതിഷേധക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം അത് തന്നെയായിരുന്നു. 2.5 മണിക്കൂറോളം ഇപ്പോൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പിന്നിടുമ്പോഴും സമരം ശക്തമായി തന്നെ, പ്രതിഷേധം ശക്തമായി തന്നെയാണ് ഈ തുടരുന്നത്. ഹർത്താൽ അനുകൂലികൾ ശക്തമായി തന്നെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളെ കടത്തിവിടാൻ അനുവദിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴും നമുക്കറിയാം, ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾ ഏറെ സമയമായി ഇത്തരത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണുള്ളത്. എങ്ങനെയാണ്, വലിയ ബുദ്ധിമുട്ടാണോ? വലിയ ബുദ്ധിമുട്ടാണ്. 8 മണിക്ക് വന്നത്, പ്രാവശ്യം വലത്ത് പോകാനുള്ളതാണ്. 1.5 മണിക്കൂർ കഴിഞ്ഞു. ഒന്നാമത് ഭയങ്കര ചൂടാണ്. ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ വയ്യ. പുറത്തിറങ്ങിയാൽ അതിൻ്റെ അപ്പുറം പ്രശ്നങ്ങൾ. അതുകൊണ്ട് അകത്ത് തന്നെ ഇരിക്കുക, പേടിച്ചകത്ത് തന്നെ ഇരിക്കുക. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. കുറേ സമയമായി ഇവിടെ 2.5 മണിക്കൂർ കൂടുതലായി തമ്പാനൂര് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. എവിടേക്ക് പോകാനുള്ളതാണ്? നെയ്യാറ്റിൻകര ഭാഗത്തോട്ട് പോകാനാണ്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരാണ്. 2 മണിക്കൂർ കൂടുതലായി ഇവിടെ നിൽക്കാൻ തുടങ്ങി. ഗൗതം, 2 മണിക്കൂറോളമായി ബസ്സിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണെന്നാണ് പറയുന്നത്. കടുത്ത ചൂടൊക്കെ ഉള്ള സമയമാണ്. അതുകൂടി തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ചേട്ടാ, ഇതാണ്ട് 2 മണിക്കൂർ കൂടുതലായി. 2 മണിക്കൂറിൽ കൂടുതലായി. ഈ നമ്മുടെയൊക്കെ ഒരു പൊതുബോധം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ആ കൂടി ഒരു 10-50 പേര് സമരക്കാരുള്ളു. അത്രയും തന്നെ പോലീസുകാരുണ്ട്. ഈ ബ്ലോക്കായി കിടക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ഒരു 10,000-50,000 പേര് വരും. ആ ഒരു സാമൂഹ്യ ബോധമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പോലീസുകാരും വേണ്ട, ഇവരാരെയും വേണ്ട, കൈകാര്യം ചെയ്യാൻ നോക്കും. പക്ഷെ നമ്മളൊക്കെ ഈ സമൂഹത്തിൽ പെട്ടവരാണല്ലോ. ഈ യുവന്മാരവിടെ, ആ പോലീസ് എന്ന് പറയുന്ന യുവന്മാർ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കണം. അവർ വീട്ടിലെ കൊച്ചുവർത്തമാനം പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരു ഇടപെടൽ വേണ്ടേ? സർവീസ് നടത്തും, ബാക്കി ഹോട്ടലുകൾ തുറക്കുക എന്നൊക്കെ പരസ്യ പ്രസ്താവനകളുകൊണ്ട് ആൾക്കാർ ഇറങ്ങി തിരിച്ചതാണ്. ആ കൂടി ഈ 10 പേരെ കൈകാര്യം ചെയ്യാൻ ഒക്കില്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ എന്തായിരുന്നു? എത്രയോ പ്രായമായ ആൾക്കാർ ഈ ചൂടത്ത് ഓരോരോ ആവശ്യങ്ങൾക്ക് ചെന്നിട്ട് ഇത് കുറേ കൂടെ കഴിയുമ്പോഴത്തെ ആ ഒരു വഷളാവസ്ഥയിലെത്തും. എന്തെങ്കിലും ഒരു ഇടപെടൽ വേണ്ടേ? ഗൗതം, 2.5 മണിക്കൂറായി ഇത്തരത്തിൽ ആളുകൾ റോഡിലാണ്. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത ചൂട് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സിനുള്ളിൽ തന്നെ ഇരിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. എവിടെ നിന്നാണ് ചേട്ടാ വരുന്നത്? ചൂട് കാലത്ത് ഇത്രയും വർദ്ധിച്ച ചൂടുള്ളത് കൊണ്ട് ഇത് പ്രതിഷേധം മതിയായിരുന്നു, ഹർത്താൽ ഒഴിവാക്കാമായിരുന്നു. ഇപ്പം നിതിരാജിനെ സംബന്ധിച്ചിടത്തോളം അത് പൊതുസമൂഹത്തെ ഒരുപാട് സ്വാധീനിച്ച ഒരു മരണമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രതിഷേധിക്കരുതെന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. എല്ലാവർക്കും ഉണ്ട് അവകാശം. മറ്റുള്ളവർക്കുള്ളതുപോലെ അവർക്കും ഉണ്ട് അവകാശം. അതിനെ അടിച്ചമർത്തുന്നതൊന്നും ന്യായമല്ല. പക്ഷേ ചൂട് സമയത്ത് അവർ ഒരു മാനുഷിക പരിഗണന, ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ഇത് ഒഴിവാക്കണമായിട്ട് ഒരു പ്രതിഷേധം മതിയായിരുന്നു. ചൂട് സമയത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധം ഒഴിവാക്കിക്കൊണ്ട് തന്നെ, ഹർത്താൽ ഒഴിവാക്കിക്കൊണ്ട് തന്നെ പ്രതിഷേധമായി നടത്തുന്നതായിരുന്നു നല്ലതാണെന്നടക്കമുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളായി ഇത്തരത്തിൽ ബസ് സർവീസുകൾ നടത്താതെ കൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ദീർഘദൂര ബസ്സുകളാണെങ്കിൽ തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോയിൽ നിന്നും ദീർഘദൂര ബസ്സുകൾ 7:45 വരെ സർവീസ് നടത്തിയെങ്കിൽ തുടർന്നങ്ങോട്ട് സർവീസുകളൊന്നും നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നെടുമങ്ങാട് ഡിപ്പോയിലേക്ക് വരികയാണെങ്കിൽ നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്ന് ഒരു ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. കാരണം നമുക്കറിയാം, നിതിൻ രാജിൻ്റെ സ്ഥലം നെടുമങ്ങാടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ പ്രതിഷേധമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, മറ്റ് ജില്ലകളിലേക്കുള്ള ബസ്സുകളും സർവീസുകൾ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. യാത്രക്കാരില്ലാത്തതാണ് ഇത്തരത്തിൽ ബസ് സർവീസ് മുടങ്ങാനുള്ള കാരണമെന്നാണ് KSRTC നൽകുന്ന വിശദീകരണം. കാട്ടാക്കട ഭാഗത്തേക്കും നെടുമങ്ങാട് ഭാഗത്തേക്കും ഒന്നും ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധവും ആളുകൾ രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ശക്തമായ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ചെറിയ വാക്കേറ്റങ്ങൾ ഇതിനോടൊപ്പം ഉണ്ടാകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ
നിങ്ങളുടെ മകനാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞങ്ങളുടെ മകനാകട്ടെ ആരാവട്ടെ, ആരുടെ മകനാവട്ടെ, ആരുടെ മകനാവട്ടെ, നിങ്ങൾ ഈ ബുദ്ധിമുട്ടി കിടന്നിന് കൂലിപ്പണിക്കാരനാണ് ഞങ്ങൾ. നിങ്ങളുടെ മകനാണ് സംഭവിച്ചെങ്കിൽ റാമിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? റാമിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? കൊന്ന് റാമിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റൂല. പിന്നെ വേറിപ്പോ പിന്നെ ന്യായം പറയല്ലേ, പിന്നെ ന്യായം പറയല്ലേ, ന്യായം പറയാൻ വന്നതല്ല. ഇത്രയും ആൾക്കാരിരിക്കുമ്പോ ഈ ന്യായമല്ലേ? ഞങ്ങളെല്ലാം കൂടെ സംഘടിപ്പിച്ചാലേ നിങ്ങൾ ന്യായമൊന്നും പറയില്ല. ജനതയ്ക്ക് എന്തോ തോന്നിയാസാവുന്ന 4-5 പേർ ചേർന്ന് എന്തോ തോന്നിയാസം കാണിക്കാവുന്ന. പിന്നെ ഈ പറയുന്ന 5-10 പേരാണ് അവർ. ഇത് ഞങ്ങളെല്ലാം കൂടെ സംഘടിച്ചാൽ നീ ഇന്ന് ഒരു പുല്ലും ചെയ്യില്ല. ഈ നിൽക്കുന്ന ഈ യാത്രക്കെല്ലാം കൂടെ നീ ഒരു പുല്ലും ചെയ്യില്ല. ഇത്രയും നേരം 2 മണിക്കൂറായി. ഇത്രയും നേരം നിന്റെയൊക്കെ ക്ഷമിച്ച് തോന്നിയാസം. അത് തന്നെ തോന്നിയാസം. വഴിയിൽ ജനത തടഞ്ഞാണോ നീയൊക്കെ? ഞാൻ ഈ പറയുന്ന യാത്രക്കാരാണ് ഇന്ന് ഉത്തരവാദി. ഈ പറയുന്ന യാത്രക്കാരാണ് ഉത്തരവാദി. എടുത്തു പോകണം. ഇവിടെയല്ല കാണിക്കേണ്ടത്. ഓരോ ബസ്സിനെ തടഞ്ഞിട്ടല്ലേ സാമർത്ഥ്യം കാണിക്കുന്നത്. ഇതല്ല എവിടെയുള്ള മരുന്ന ആൾക്കാരെന്നറിയാമോ? അങ്ങ് അപ്പോഴൊന്നും നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ വിഷമം, യാത്ര ചെയ്യുന്നവർക്ക് അതിന്റെ വിഷമം അറിയാവൂ. നിങ്ങളുടെ മക്കളൊക്കെ സ്വന്തം പുത്രനെ തള്ളിയിട്ട് കൊന്നാൽ നിങ്ങൾക്ക് വേദനിക്കില്ലേ? ഇന്ന് തീരുമാനിച്ചതല്ല, ഇന്ന് രാവിലെ തീരുമാനിച്ച ഹർത്താലല്ല. സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലൂടെയും പത്രപ്രസ്താവനകളിലൂടെയും ഞങ്ങൾ അറിയിച്ചിട്ടുള്ള ഹർത്താലാണ്. ഈ ഹർത്താൽ നിങ്ങളുടെ മകനെ കൊന്നാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ലേ? നിതിൻ രാജ് ഞങ്ങളുടെ സഹോദരനാണ്, വേദനിക്കും. എനിക്ക് ഇന്ന് തീരുമാനിച്ച ഹർത്താലല്ല. പത്രം വായിച്ചാൽ സോഷ്യൽ മീഡിയ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഹർത്താല എവിടുന്ന് വന്നായിക്കോട്ടെ, ഹർത്താൽ ഇന്ന് തീരുമാനിച്ചല്ലോ. ഇന്ന് രാവിലെ പറഞ്ഞ ഹർത്താലല്ല, 1 മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ച ഹർത്താൽ ഈ ലോകം മുഴുവനും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഹർത്താൽ അറിയാതെ പോയത് ഞങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ ഹർത്താൽ അറിയാതെ പോയത് ഞങ്ങളുടെ തെറ്റാണ്. ഹർത്താൽ വീട്ടിലിരുന്ന് പത്രം വായിക്കുന്നവർക്കറിയാം, സോഷ്യൽ മീഡിയ കാണുന്നവർക്കറിയാം. ഈ ലോകത്തുള്ള വ്യാപാരി, വ്യവസായ, രാഷ്ട്രീയ, സാമുദായിക സംഘടനകളിലും KSRTCയും പ്രൈവറ്റ് മുഴുവൻ കേന്ദ്രങ്ങളിലും ഞങ്ങൾ അറിയിച്ചിട്ടാണ് ഹർത്താൽ നടത്തുന്നത്. ഗൗതം, ഹർത്താൽ അനുകൂലികളും അതോടൊപ്പം തന്നെ യാത്രക്കാരും തമ്മിലുള്ള ഒരു വാക്കേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ സമയമായി ഇത്തരത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തോടുകൂടി തന്നെയാണ് യാത്രക്കാരും പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. ഹർത്താൽ അനുകൂലികളും അതോടൊപ്പം തന്നെ യാത്രക്കാരും തമ്മിലുള്ള വലിയൊരു പ്രതിഷേധം ആണ് തമ്പാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ യാത്രക്കാരും രേഖപ്പെടുത്തുന്നു. കാരണം ഇത്രയിലധികം മണിക്കൂറുകൾ വാഹനം പിടിച്ചതോടെ ബസ് സർവീസുകൾ നിർത്തിവെച്ചതോടുകൂടി തന്നെയാണ് യാത്രക്കാർ പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. ഇതോടുകൂടി തന്നെ വീണ്ടും വാഹനങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ്, ഒരു തീരുമാനത്തിലേക്കാണ് പ്രതിഷേധക്കാരും കടന്നിരിക്കുന്നത്. KSRTC ബസ്സുകൾ അടക്കം തടഞ്ഞിരുന്നു. ഒട്ടുമിക്ക ബസ്സുകളും സർവീസ് നടത്താത്തൊരു സാഹചര്യമാണുള്ളത്. മണിക്കൂറുകളോളം 2.5 മണിക്കൂറിലധികമായി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടാണ് ഇപ്പോൾ സമരാനുകൂലികൾ പ്രതിഷേധിക്കുന്നത്. നമുക്കറിയാം, ഈ നിതിൻ രാജിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മണി മുതൽ തന്നെ ഹർത്താൽ ആരംഭിച്ചത് മുതൽ തന്നെ തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലും അതോടൊപ്പം തന്നെ KSRTC ബസ് ടെർമിനലിന് മുന്നിലുമെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ബസ്സുകളടക്കം തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ആണ് നടന്നത്. അത് ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ രീതിയിൽ ആ സമയത്ത് തുടർന്നുള്ള ഈ യാത്രക്കാരും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. യാത്രക്കാരും വലിയൊരു
അവസ്ഥയിലാണ് നിലവിലുള്ളത്. ബസ്സിലടക്കം ഇത്രയധികം സമയം ബസ്സിനുള്ളിൽ ഇരിക്കുന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യാത്രക്കാരും പ്രതിഷേധിക്കുന്നത്. കാരണം മണിക്കൂറുകളോളമായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്നെല്ലാം എത്തുന്ന നിരവധി ആളുകൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാം, തിരുവനന്തപുരം പോലെ ഒരു സ്ഥലം ഭരണശിലാ കേന്ദ്രമാണ്. അവിടേക്ക് നിരവധി ആളുകൾ ഡെയിലി വന്നു പോകുന്നതാണ്. അവർക്കെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് യാത്രക്കാരും പറയുന്നത്. എന്തായാലും പ്രതിഷേധം ഒരു ഭാഗത്ത് നടന്നു വരികയാണ്. ഈ KSRTC ബസ് ടെർമിനലിനും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് എല്ലായിടത്തും ഇത്തരത്തിൽ പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഓക്കെ, പ്രശാന്ത്, ഈ തമ്പാനൂരിലെ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് അവിടെ ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ലേ? കാരണം ഒരു ഭാഗത്ത് സമരാനുകൂലികൾ നിൽക്കുന്നുണ്ട്, മറുഭാഗത്ത് യാത്രക്കാരും അതോടൊപ്പം തന്നെ തമ്പാനൂരിൽ വന്ന് ഇറങ്ങിയിട്ടുള്ള മറ്റു ആളുകളും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു. അപ്പോൾ പോലീസിന്റെ പണി എന്താണ് അവിടെ? ഈ വിഷയത്തിലൊന്നും അവർ ഇടപെടുന്നില്ലേ? പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള ഇടപെടലൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്ത് പറയേണ്ടത്. കാരണം പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരുപാട് സമയമായി അമ്മേ, 3 മണിക്കൂറായി ഇവിടെ വന്നതാണ്. 3 മണിക്കൂർ വലിയ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടൊന്നും ഇനി ഇത് കൂടുതൽ കിടന്ന് കഷ്ടപ്പെടാൻ ഇപ്പൊ ഇവിടെ തമ്പാനൂര് വന്നതാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. അടുത്ത ഡ്യൂട്ടിക്ക് വരാനുള്ളതാണ്. ചൂട് ബസ്സിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? പിന്നെ എന്താണ് ഇങ്ങനെ കാണിക്കണം? ബസ്സെങ്കിലും വിട്ടെങ്കിൽ ഞങ്ങൾ പോകുമായിരുന്നല്ലോ. വഴക്കൂടിയ ആൾക്കാരെല്ലാം പോയി. ഞങ്ങൾക്ക് ഈ ബസ് തീർന്നതുവരെ പോകാനുള്ളത്. ബസ് വിടുവാണെങ്കിൽ ആരെയും വിടരുത്. ഇത് കുറച്ച് വിടും, കുറച്ച് പോകും. നമ്മളെ എന്തിനു പോയിരുന്ന വെയിലത്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തിരിക്കുന്നത്? 7:20 തമ്പാനൂര് വന്നതാണ്. നമ്മൾ വീട്ടിലിരുന്നെങ്കിൽ വീട്ടിലെങ്കിലും ഇരുന്നുണ്ട്. ഒരു ലീവ് അങ്ങ് പോട്ടെന്ന് വെക്കാനുള്ളതാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവരാണ്. ഇത്തരത്തിൽ നിരവധി പേരാണ് പ്രതിഷേധവുമായി എത്തുന്നത്. കാരണം ഒട്ടേറെ സമയം മണിക്കൂറുകളോളം ഇവിടെ ഇങ്ങനെ ബസ്സിലിങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവർക്ക് സൃഷ്ടിക്കുന്നു. കുട്ടികളുമായി എല്ലാം എത്തുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളും മുതിർന്നവരും പ്രായമായവരുമായ നിരവധി ആളുകൾ ഈ ബസ്സിലിങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് അവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ 1-2 ബസ്സുകളെ സർവീസ് നടത്താൻ അനുവദിക്കുകയും വീണ്ടും മറ്റ് ബസ്സുകൾ തടഞ്ഞിടുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് പ്രതിഷേധം തുടരുന്നത്, സമരം തുടരുന്നത്. ഇതുതന്നെയാണ് യാത്രക്കാർക്കും അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പോലീസ് ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും സമരാനുകൂലികളെ അവിടെ നിന്ന് മാറ്റുവാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കുവാനോ സമരത്തെ ഈ വാഹനങ്ങൾക്ക് സർവീസ് നടത്തുവാനുള്ള ഒരു വഴിയൊരുക്കുവാനൊന്നും ഇതുവരെ തയ്യാറായിട്ടെന്നതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും സമരക്കാരും രണ്ട് സ്ഥലങ്ങളിലായി ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുന്നത് മാത്രമാണ്. മറ്റ് അവരെ സമരാനുകൂലികളെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റാനുള്ളൊരു നീക്കങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്ത് നടത്തുന്നുമില്ല എന്നതും ഈ യാത്രക്കാരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ സമരവുമായി ബന്ധപ്പെട്ട്, അതായത് ഹർത്താലുമായി ബന്ധപ്പെട്ട് യാത്രക്കാരും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇവിടേക്ക് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നുണ്ട്. വിവിധ സ്ഥലത്തേക്ക്, തിരുവനന്തപുരത്തിൻ്റെ മറ്റ് വിവിധ മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്ന നിരവധി പേരാണ് ഈ ബസ്സിൽ ഉള്ളത്. അവർക്കെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ ഒരു ഹർത്താലിനെ തുടർന്നുണ്ടാകുന്ന വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ബസ്സിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമരാനുകൂലികൾ പ്രതിഷേധവുമായി പലയിടങ്ങളിലും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കടന്നു പോകുന്നൊരു സാഹചര്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. മറ്റിടങ്ങളിലേക്ക് ഏതാനും ചില ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഹർത്താലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. വിവിധ സംഘടനകൾ, 52-ലധികം പട്ടികജാതി സംഘടനകളാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നിതിൻ രാജിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണം. ഈ 2 പ്രതികളായ 2 അധ്യാപകരെയും അറസ്റ്റ് ചെയ്യണം. അവരെ സർവീസിൽ നിന്നും പുറത്താക്കണം. അതോടൊപ്പം തന്നെ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ അംഗീകാരം റദ്ദാക്കണം എന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ, അങ്ങനെ ഒട്ടേറെ ആവശ്യങ്ങളാണ് ഈ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് വെച്ചുകൊണ്ട് ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് സമരം നയിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തമ്പാനൂരും കിഴക്കേക്കോട്ടയും അടക്കമുള്ള നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലെല്ലാം പ്രതിഷേധം ശക്തമാണ്. മറ്റ് നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കാട്ടാക്കട എന്നിവിടങ്ങളിലേക്കുള്ള ഭാഗങ്ങളിലും ഹർത്താൽ അനുകൂലികൾ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്നും KSRTC അടക്കമുള്ള ബസ്സുകൾ, അതായത് സ്വകാര്യ ബസ്സുകളും സർക്കാർ ബസ്സുകളും സർവീസ് നടത്താൻ അനുവദിക്കുന്നില്ല. ഇത്തരത്തിൽ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇതോടുകൂടി തന്നെയാണ് വലിയ രീതിയിൽ ഇത്തരം
യാത്രക്കാരും പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത് വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർ ഒരു ഭാഗത്ത് ശക്തമായി പ്രതിഷേധിക്കുന്നു, മറുഭാഗത്ത് സമരാനുകൂലികൾ ബസ്സുകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സർവീസ് നടക്കാൻ അനുവദിക്കാത്ത തരത്തിൽ റോഡിലേക്ക് നിലയുറപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ പിന്നിടുന്നു. 6 മണിക്കാണ് ഈ ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നത്. 6 മണിക്കൂർ ആരംഭിച്ച ഹർത്താൽ 2.5 മണിക്കൂർ അധികം പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചൂട് കൂടി വരുന്ന ഒരു അവസ്ഥയെ നിലനിൽക്കുന്നു. ഇതോടുകൂടി തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും ബസ്സിൽ ഇരിക്കുന്നതിനടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അവസ്ഥയും യാത്രക്കാർ പങ്കുവെക്കുകയും ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രതിഷേധമായിട്ടാണ് യാത്രക്കാരടക്കം നേരത്തെ പ്രതിഷേധിച്ചത്. ഏതായാലും സമരം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് മറുഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ഈ സമരാനുകൂലികളെ പിടിച്ചു മാറ്റിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള ബസ് സംവിധാനം പുനഃസ്ഥാപിക്കുവാനുള്ള യാതൊരു നടപടികളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുമില്ല. ഏതായാലും പ്രതിഷേധം ശക്തമാണ്. ഗൗതം. ഓക്കെ പ്രശാന്ത് ശങ്കരമംഗലത്താണ് തമ്പാനൂരിലെ സംഘർഷം, അവിടെ പ്രശ്നം നടക്കുകയാണ്.